സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതെന്താ ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ സാധനല്ലേ? അത് ഞാൻ മൈക്കിൽ വെച്ചിരുന്നു, അവിടുന്ന് ആരോ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എനിക്കറിയില്ല. ഇപ്പൊ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇനി തിരിച്ചു കിട്ടില്ല. അങ്ങനെ ചെയ്യില്ല. നീ ഒന്നും പണയണ്ട. കഷ്ടപ്പെട്ട് തരുന്ന സാധനം മാവിന്റെ മുകളിലാണോ കൊണ്ടുവയ്ക്കുന്നത്? അത് ഞാൻ വെച്ചിട്ടില്ല ലാലേട്ടാ. അല്ല പിന്നെ ഇത് നടന്നു കയറിപ്പോയോ? അവൻ കുറച്ച് ഓവറാവുന്നില്ല ഈ കാര്യത്തിൽ. ഇപ്പോ ബാക്കി എല്ലാരും ഓവറല്ലേ? എല്ലാരും ഓവർ തന്നെയാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആരും ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ലല്ലോ. ഇത് ഇപ്പൊ ഞാൻ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അവൻ ഭയങ്കര തെറ്റിദ്ധരിച്ചു. അവൻ രൺബീർ കപൂറിനെ പോലെയാണ് ഇരിക്കണെന്ന് പറഞ്ഞു. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ രൺബീർ കപൂർ അന്ന് വന്നപ്പോ തന്നെ. രൺബീർ കപൂറിന്റെ ഒരു ബന്ധത്തിലുള്ള ഒരാളിപ്പോ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മോനെ, തലമുടി മുട്ടയടിക്കാൻ സമ്മതിക്കാത്ത ഒരാൾക്ക് ഷേവ് ചെയ്യാൻ ഞങ്ങൾ ട്രിമ്മർ തരുമോ? എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ എന്താ നിലപാട്? വല്ലതും പറയാനുണ്ടോ? നന്നായിട്ടാണോ വീട് നോക്കുന്നത്? എന്ത് പറ്റി? പാന്റ് കീറിപ്പോയോ? സ്റ്റൈൽ ചിരിക്കണ്ട. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. സ്റ്റൈല് ഡ്രസ്സിങ്ങിൽ മാത്രം പോരാ, ശുചിത്വത്തിലും കാര്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും വേണ്ടേ? ചീറ്റിപ്പോയല്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അല്ല അങ്ങനെ പോയാലോ?